16ാം കേരള നിയമസഭയിലുള്ളത് 11 വനിതാ MLA മാർ. 3 മുന്നണികളിൽ നിന്നുമായി ആകെ 48 വനിതകളാണ് ഇത്തവണ ജനവിധി തേടിയത്. LDF-ഉം NDA-യുമാണ് ഏറ്റവും കൂടുതൽ വനിതകളെ മത്സരത്തിനിറക്കിയത്. 18 വനിതകളെ വീതമാണ് ഇരുകൂട്ടരും മത്സരിപ്പിച്ചത്. UDF 12 വനിതകളെയും. UDF സ്ഥാനാർത്ഥികളായ 9 പേരും LDF-ലെ 2 പേരുമാണ് വിജയിച്ചത്. പുതിയ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രതിനിധികൾ ഉള്ളത് ഇപ്പോൾ UDF-നാണ്. ഇത്തവണ CPM-നും CPI-ക്കും ഓരോ വനിതാ MLA-മാർ മാത്രമാണുള്ളത്. ആറ്റിങ്ങലിൽ നിന്നും 13,375 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച OS അംബികയും 7,093 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗീതാ ഗോപിയുമാണ് സഭയിലെത്തുന്ന ഇടതുപക്ഷ MLA-മാർ. കോൺഗ്രസിനാണ് പുതിയ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ വനിതാ MLA-മാരുള്ളത്. അരൂരിൽ നിന്നും 9,324 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാനിമോൾ ഉസ്മാനും, കൊല്ലത്ത് നിന്നും 16,830 വോട്ടുകൾക്ക് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണയും, ചിറയൻകീഴിൽ നിന്നും 1,422 വോട്ടുകൾക്ക് രമ്യ ഹരിദാസും വിജയിച്ചു. ഏലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ 12,162 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ വിജയിച്ചത്. കോങ്ങാട് മണ്ഡലത്തിൽ തുളസി ടീച്ചർ 3,706 വോട്ടുകൾക്കും, മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനെ 10,543 വോട്ടുകൾക്കും പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസിന്റെ ഉഷ വിജയൻ നിയമസഭയിലേക്ക് എത്തുന്നത്. തൃക്കാക്കരയിൽ ഉമാ തോമസിന് 50,211 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. മുസ്ലിം ലീഗിനും ഇത്തവണ വനിതാ MLA ഉണ്ട്. പേരാമ്പ്രയിൽ നിന്നും ഫാത്തിമ തഹ്ലിയയാണ് ലീഗ് പ്രതിനിധി. LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനെ 5,087 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫാത്തിമ തഹ്ലിയ സഭയിലേക്ക് എത്തുന്നത്. കൂടാതെ UDF ഘടകകക്ഷിയായ RMP നേതാവ് KK രമ വടകരയിൽ നിന്നും വിജയിച്ച് തന്റെ സീറ്റ് നിലനിർത്തി. രാഷ്ട്രീയ ജനതാദളിന്റെ MK ഭാസ്കരനെ രമ 14,862 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബറിൽ അന്തരിച്ച കാനത്തിൽ ജമീല ഉൾപ്പെടെ 12 വനിതാ MLA-മാരായിരുന്നു 15ാം കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത്. UDF-ന്റെ 11 വനിതാ MLA-മാരിൽ ആരൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തും എന്നത് സംബന്ധിച്ച ചർച്ചകളും ഇതിനോടകം സജീവമായി കഴിഞ്ഞു.